ഗലാത്യ ലേഖനം 2-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നു. പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്നതുപോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപയറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദരിദ്രരെ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചും ഇരിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിൽ വളരെ ഏറെ മുൻപ് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ ഗലാത്യർക്ക് എഴുതിയത്. പുതിയ നിയമത്തിൽ നാം കാണുന്ന 27 ഗ്രന്ഥങ്ങളിൽ 14ൻ്റെയും പിറകിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ചിന്തകൾ നാം കാണുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിൽ തന്നെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട 1-ാം തെസ്സലോനിക്ക ലേഖനം കഴിഞ്ഞാൽ ഗലാത്യ ലേഖനമാണ് പഴമ കൊണ്ട് മുൻപിൽ നിൽക്കുന്ന ഒരു ലേഖനം. വളരെ ചെറിയ ഒരു ലേഖനമാണെങ്കിൽ കൂടെ തൻ്റെ നിയോഗത്തെ സംബന്ധിച്ചും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്നും ആ യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യ സുവിശേഷ ഘോഷണം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഈ ലേഖനത്തിൽ വിശദമായി നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഗലാത്യ എന്ന് പറയുന്ന പ്രവിശ്യ, അതിൻ്റെ വടക്കും തെക്കുമൊക്കെ വ്യത്യസ്തങ്ങളായ ചിന്തകളൊക്കെയുള്ള ആളുകളായിരുന്നു. ഇന്നത്തെ തുർക്കിയിൽ ആയിരിക്കുന്ന തെക്കൻ ഗലാത്യ ദേശത്താണ് ഉള്ള സഭകൾക്കാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ തനിക്കുണ്ടായ രൂപാന്തരത്തിൻ്റെ, തനിക്ക് ലഭിച്ച ദൈവവിളിയുടെ ഒരു രത്ന ചുരുക്കം പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്. കാരണം താൻ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഗലാത്യ പ്രവിശ്യയിൽ ചില പുതിയ അധ്യാപകർ കടന്നു വന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴിച്ച് വേറൊരുവൻ, അത് സ്വർഗത്തിലെ മാലാഖ പോലുമായാലും പഠിപ്പിക്കുന്നത് നിങ്ങൾ പിന്തുടരേണ്ടതില്ല എന്ന് പൗലോസ് ഈ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മെ അറിയിക്കുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാന മധ്യേ പൗലോസിൻ്റെ ലേഖനം വായിക്കുന്നതിന് മുൻപ് നാം പാടുന്ന ഗീതം ഈ ഗലാത്യ ലേഖനത്തിൻ്റെ ഉള്ളടക്കം വെച്ചുകൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴിച്ച് വേറൊരുവൻ വന്നറിയിച്ചാൽ അത് സ്വർഗത്തിലെ മാലാഖയാണെങ്കിൽ പോലും അതിനെ പിന്തുടരേണ്ടതില്ല എന്ന് പറയുന്നു. തൻ്റെ മുൻകാല ചരിത്രം, തനിക്ക് ദമസ്കോസിലേക്ക് ഉള്ള യാത്രാമധ്യേ ലഭിച്ച ദൈവവിളി, അതിനുശേഷം 3 വർഷക്കാലം അറേബ്യൻ നാടുകളിൽ താൻ ചെലവഴിച്ച സമയം, തിരികെ ദമസ്കോസിലേക്ക് വരുന്നത്, അപ്പോൾ ലഭിച്ച ഒരു അരുളപ്പാടനുസരിച്ച് യെരൂശലേമിലേക്ക് പൗലോസ് യാത്രയാകുകയാണ്. ആ യാത്രയുടെ ഉദ്ദേശം ക്രിസ്തു സഭയുടെ ആധാരശിലകളായിരുന്ന, സഭയുടെ തൂണുകളായിരുന്ന
നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെയും ശീമോൻ പത്രോസിനെയും യോഹന്നാനെയും സന്ദർശിക്കുക എന്നുള്ളതാണ്. കാരണം പൗലോസ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് അധിക നാളായിട്ടില്ല. അവരുടെ ഒരു അംഗീകാരം ആവശ്യമാണ് എന്നുള്ളത് തനിക്ക് ബോധ്യപ്പെടുകയാലും ദൈവം അരുളി ചെയ്തതിനാലും അങ്ങോട്ട് യാത്രയാകുകയാണ്. 14 വർഷം കഴിഞ്ഞാണ് യെരൂശലേമിലേക്ക് പോകുന്നത്. വാസ്തവത്തിൽ പൗലോസിന് യെരൂശലേം അപരിചിതമായ ഒരു സ്ഥലമല്ല. തൻ്റെ ദൈവശാസ്ത്ര അഭ്യസനം യെരൂശലേമിൽ വിഖ്യാത വേദപണ്ഡിതനായിരുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് യെരൂശലേം അദ്ദേഹത്തിന് സുപരിചിതമായ ഒരു പ്രദേശമായിരുന്നു. യേശുവിനെ പൗലോസ് കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കത്ര തിട്ടമില്ല. കാണുവാൻ സാധ്യതയുണ്ട്, പക്ഷേ കണ്ടതായി തൻ്റെ ഇഹലോക വ്യാപാര കാലത്ത് കണ്ടതായി കാണുന്നില്ല. എന്നാൽ തനിക്ക് ലഭിച്ച ദർശനം ഈ യെരൂശലേമിലെ സഭയുടെ തൂണുകളെ അറിയിക്കുവാനും അവരോട് ഒരല്പം സംവാദത്തിലേർപ്പെടുവാനും, ചിലപ്പോഴൊക്കെ പൗലോസിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ച ആളുകൾ ആ പ്രദേശങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതൊക്കെയും ഈ യാക്കോബും പത്രോസും യോഹന്നാനും പൗലോസിനുമായി പങ്കുവച്ചു കാണും. പക്ഷേ അവരുടെ സംവാദത്തിന് ഒടുവിൽ പരസ്പരം കൈകൊടുത്ത് പിരിയുകയാണ് ഉണ്ടായത്. പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ സേവനമനുഷ്ഠിക്കട്ടെ, പൗലോസ് വിജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കട്ടെ എന്നുള്ള ഒരു തീർപ്പാണ് ഇവിടെ ഇരുകൂട്ടരും തമ്മിലുണ്ടായിരിക്കുന്നത്. പൗലോസിനോടൊപ്പം ബർന്നബാസും തീത്തോസും ആ യാത്രയിൽ ഉണ്ടായിരുന്നതായും ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നാം ഈ പുതിയ നിയമം വായിക്കുമ്പോൾ ഈ 2 പരിശുദ്ധന്മാരെ ഒന്ന് താരതമ്യപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ വളരെ വ്യത്യസ്തങ്ങളായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഇവർ 2 പേരും. എന്നാൽ അവരെ ഒരുമിപ്പിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. സെബുലൂൻ അല്ലെങ്കിൽ നഫ്താലി ഗോത്രക്കാരനായിരുന്നു ശീമോൻ പത്രോസ്. ബത്സൈദ എന്ന പട്ടണക്കാരനായിരുന്നു ഗലീല പ്രദേശത്ത്. പൗലോസ് ആകട്ടെ ഒരു കാലത്ത് യഹൂദ മതത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുത്ത ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായ ശൗലും ആ ഗോത്രത്തിൽ നിന്ന് വന്നവനാണല്ലോ. ആ ഒരു നാമം തന്നെയാണ് പൗലോസിനും മാതാപിതാക്കൾ നൽകിയത്. ഇപ്പോൾ 2 വ്യത്യസ്ത വംശാവലികളുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം. 2 പേർക്കും കിട്ടിയ ദൈവവിളി വ്യത്യസ്തങ്ങളായ രീതിയിലായിരുന്നു. പത്രോസ് ശ്ലീഹ തികച്ചും ഒരു ഗ്രാമീണനായി ബത്സൈദ ഗ്രാമത്തിൽ മീൻപിടുത്തക്കാരുടെ ഇടയിൽ മത്സ്യബന്ധനം ഉപജീവനമായി കണ്ട ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച തനി ഗ്രാമീണനായ ഒരു മനുഷ്യൻ. അതുകൊണ്ട് അതിൻ്റെ നിഷ്കളങ്കതയും അതിൻ്റേതായ സ്വഭാവവിശേഷങ്ങളുമൊക്കെ പത്രോസിൻ്റെ ജീവിതത്തിൽ നാം പിന്നീട് കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. പൗലോസാകട്ടെ കിലിക്കിയ പട്ടണത്തിൽ തർസോസുകാരനായ പൗലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങളായിരുന്ന അലക്സാന്ദ്രിയ പോലെയുള്ളൊരു പ്രദേശമായിരുന്നു ബാബിലോൺ എന്ന് പറയുന്ന ഭൂപ്രദേശം. അവിടെ ഒരു ഗ്രീക്ക് ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും വലിയ പണ്ഡിതന്മാരായ അധ്യാപകരുടെയും ഒക്കെ ശിക്ഷണം ലഭിച്ച ഒരു പാരമ്പര്യമാണ് ശൗലിന് ഉണ്ടായിരുന്നത്. തികച്ചും വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളാണ്. ശിമോൻ പത്രോസിൻ്റെ ദൈവവിളി പരിശുദ്ധനായ ലൂക്കോസ് എവങ്കലിസ്തന്റെ സുവിശേഷത്തിൽ പൗലോസിൻ്റെ ശിഷ്യനായിരുന്നു ലൂക്കോസ്.
മർക്കോസ് പത്രോസിന്റെ ശിഷ്യനുമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ശീമോൻ പത്രോസിന്റെ ദൈവവിളി നാം കാണുന്നത്. 2 പടക് നിറയെ യുവാക്കന്മാർ ശീമോൻ പത്രോസിന്റെ നേതൃത്വത്തിൽ മത്സ്യബന്ധനത്തിനായി പോയിരിക്കുകയാണ്. നേരം വെളുക്കുവോളം അധ്വാനിച്ചിട്ടും ഒന്നും തന്നെ ലഭ്യമായില്ല. അങ്ങനെ നേരം വെളുക്കാറായപ്പോൾ വലകളൊക്കെ വൃത്തിയാക്കി, പടക് വൃത്തിയാക്കി, ഭവനങ്ങളിലേക്ക് ഒഴിഞ്ഞ മീൻകുട്ടകളുമായി പോകുവാൻ തയ്യാറെടുക്കുന്ന ഒരു വേളയിൽ നിരാശരായ കുറെ ചെറുപ്പക്കാർ ഈ ശീമോന്റെ പിറകെ പോയാൽ തങ്ങളുടെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിച്ച് മാതാപിതാക്കൾ ശീമോനെ ഭരമേൽപ്പിച്ച യുവാക്കന്മാർ വളരെ നിരാശരായി പ്രഭാതമായപ്പോൾ ഒരു മീനും കിട്ടാതെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് കരയിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായത്, നീ വലത്തോട്ട് നീക്കി നിന്റെ വല വീശുക. പത്രോസ് ആ രാത്രിയിലെ ഉറക്കിളപ്പും കഠിനമായ അധ്വാനത്തിന്റെ ക്ഷീണവും ഒന്നും കിട്ടാത്തതിന്റെ നിരാശയും ഒക്കെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്ക് അനുമാനിക്കാം. മീൻപിടുത്തമെന്ന് പറയുന്നത് മീൻ ഭക്ഷിക്കുന്ന നമുക്ക് അത്ര ബോധ്യപ്പെടണമെന്നില്ല. തിരമാലകളോട് മല്ലിട്ട്, കാലാവസ്ഥകളോട് മല്ലിട്ട്, ജീവൻ തന്നെ പണയം വെച്ച് മീൻ പിടിച്ചുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ മീനും കൊണ്ടുവരുന്ന വ്യാപാരികൾ നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ പ്രയത്നമെല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിൽ കരയിൽ നിന്ന് ഒരാൾ പറയുന്നു, വലത്തോട്ട് നീക്കി വല വീശുക. സാധാരണ പത്രോസിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന, അദ്ദേഹത്തിൻ്റെ പിൽക്കാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഉത്തരം നോ എന്നായിരിക്കും. കാരണം എനിക്കറിയാവുന്നതുപോലെ മീൻ പിടിക്കാൻ ഈ നാട്ടിൽ മറ്റാർക്കും അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ കഴിവെല്ലാം വിനിയോഗിച്ചു. ഞാൻ കഠിനമായി പ്രയത്നിച്ചു, എന്നിട്ടൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഒന്നും ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാൾ പറഞ്ഞിട്ട് എന്തിനാണ് ഒരു ഭാഗ്യപരീക്ഷണം എന്ന് വേണമെങ്കിൽ പത്രോസിന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതനുസരിക്കുകയാണ് ചെയ്യുന്നത്. പിടുത്ത മീൻകൂട്ടം നിറഞ്ഞ് വലകളുമായി യുവാക്കന്മാർ അമിതമായ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ പത്രോസ് കടലിലേക്ക് ചാടി കരയിൽ നിൽക്കുന്നവന്റെ അടുക്കൽ വരികയാണ്. അടുത്തു വന്നപ്പോഴാണ് ഇത് കർത്താവാണ് എന്ന് തിരിച്ചറിയുന്നത്. അയ്യോ, ഞാൻ മഹാപാപി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദത്തിൽ വീഴുന്ന ശീമോൻ പത്രോസ് അന്ന് തൻ്റെ വലയും പടകുമെല്ലാം ഉപേക്ഷിച്ചതാണ് യേശുവിന് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആത്മസംഘർഷങ്ങളുടെ നിമിഷങ്ങൾ കടന്നു വരാറുണ്ട്. എല്ലാ തരത്തിലും പ്രയത്നിച്ചിട്ടും നമ്മുടെ അധ്വാനങ്ങൾക്ക് ഫലം കിട്ടാത്ത ചില അവസരങ്ങൾ കടന്നു വരാറുണ്ട്. നല്ലവണ്ണം ഉപരിപഠനമൊക്കെ നടത്തിയിട്ടും ആഗ്രഹിച്ച രീതിയിൽ ജോലി കിട്ടാത്ത യുവതി യുവാക്കന്മാർ നമ്മുടെ ഇടയിൽ എത്രയോ ഉണ്ട്. വിവാഹപ്രായം കഴിഞ്ഞ് സൗന്ദര്യമുണ്ട്, കൊടുത്തയക്കാൻ പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തുന്നില്ല എന്നുള്ള രീതിയിൽ ഭാരപ്പെടുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. പുതുതായി ഒരു വ്യാപാര സംരംഭം തുടങ്ങി അതിന് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്ത് വേണ്ട മെഷീനറീസ് എല്ലാം ലഭ്യമാക്കി വളരെ മിടുക്കന്മാരായ ജോലിക്കാരെ നിയമിച്ചിട്ടും തൻ്റെ ബിസിനസ് തകർന്നു പോകുന്നു, തൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് കണ്ട് ഭാരപ്പെടുന്ന എത്രയോ വ്യവസായികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഈ പൗലോസിന്റെ ഈ അനുഭവം ഒരു വലിയ പാഠമായി മാറേണ്ടതായിട്ടുണ്ട്. When all our expertise become futile, നമ്മുടെ എല്ലാ മിടുക്കും എല്ലാ സാമർഥ്യവും നമ്മുടെ കഴിവും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ എല്ലാം
വളരെ ഫലപ്രദമല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് കർത്താവ് ഇടപെടുന്നത്. അങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദൈവത്തെ ചിലപ്പോൾ നമുക്ക് കാണാൻ ഇടയായി വരുന്നത്. അന്ന് പത്രോസ് തൻ്റെ സുഹൃത്തുക്കളെ, പടകിനെ, വലയെ ഒക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കൂടെ അഭയം പ്രാപിച്ച ആളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പം വ്യത്യസ്തമായ ഒരു ചിത്രീകരണമാണ് നാം കാണുന്നത്. 1-ാം അധ്യായത്തിൽ അവിടെ കാണുന്നത് പത്രോസിനെ വിളിക്കുന്നതിന് മുൻപ് പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസിനെ വിളിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇരുവരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. അന്ത്രയോസ് യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയി പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് മറ്റൊരു പാഠമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുമാകട്ടെ, തൻ്റെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിൻപറ്റിയ ശിമോൻ പത്രോസ് തനി നാടനും ഗ്രാമീണനും മനുഷ്യന്റെ എല്ലാ ചാഞ്ചല്യങ്ങളും എല്ലാത്തരം വികാര വിക്ഷോഭങ്ങളും എല്ലാം അടങ്ങിയ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു. പൗലോസാകട്ടെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ ഉന്നതമായ നിലയിൽ ജീവിച്ച ഒരാളാണ്. പൗലോസ് തൻ്റെ ആത്മകഥ അപ്പസ്തോല പ്രവർത്തികളിലെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ തൻ്റെ ലേഖനങ്ങളിലൂടെയും വ്യക്തമാക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ പൗലോസ് ക്രിസ്തുവുമായുള്ള തൻ്റെ ബന്ധത്തെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നു, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. 8-ാം ദിവസം പരിച്ഛേദനയേറ്റയാളാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വിദ്യ അഭ്യസിച്ചയാളാണ്. പരീശന്മാരിൽ പ്രമുഖനാണ്. പരീശന്മാർ എന്ന് പറയുന്നത് ന്യായപ്രമാണം വായിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന യഹൂദ മതത്തിലെ പ്രമാണിമാരുടെ ഒരു സംഘമാണ്. അതിൽപ്പെട്ട നല്ലൊരു താർക്കികനായ അധ്യാപകനാണ്. അങ്ങനെ തൻ്റെ എല്ലാം പൗലോസ് പറഞ്ഞിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ വ്യക്തമായി പറയുന്നു, ഒടുവിൽ ഇതൊക്കെ നിരർത്ഥകങ്ങളായി എനിക്ക് തോന്നി. ദമസ്കോസിലേക്കുള്ള തന്റെ യാത്രാമധ്യേ തളർന്നു വീഴുന്ന പൗലോസ് കർത്താവുമായി സംഭാഷണം നടത്തുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായി സംഭാഷണം നടത്തുന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യക്ഷപ്പെടലിനെ പറ്റി സുവിശേഷങ്ങളിൽ നിന്ന് അധികമായി 1-ാം കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആർക്കൊക്കെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും വെളിപ്പെട്ടു. അകാലപ്രജ പോലെയുള്ള എനിക്കും വെളിപ്പെട്ടു എന്ന് പറയുന്നു. അന്ധനായി പോകുന്ന പൗലോസിനെ നാം അവിടെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കർത്താവ് ധാരാളം കണ്ണുമൊട്ടന്മാരെ കാഴ്ച നൽകി അനുഗ്രഹിച്ചെങ്കിലും കാഴ്ചയുള്ള ഒരാളെ മാത്രമേ അന്ധനാക്കിയിട്ടുള്ളൂ. അത് പൗലോസിനെയാണ്. പൗലോസിന് കാഴ്ചയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവൻ 2 ദിവസം അന്ധനായിരിക്കുന്നത് അവനും ദൈവസഭയ്ക്കും നല്ലതാണ് എന്ന് കർത്താവിന് തോന്നി. അതുകൊണ്ട് അവനെ പിടിച്ച് അന്ധനാക്കി വീണ്ടും കാഴ്ച നൽകി പുതിയ ദർശനത്തോടെ പൗലോസ് മുന്നോട്ട് വരികയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ ഇതുവരെ അഭിമാനിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞാനിപ്പോ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയുകയാണ്. ബെന്യാമീൻ ഗോത്രക്കാരൻ എന്ന് പറയുന്ന എൻ്റെ ഐഡന്റിറ്റി, 8-ാം നാൾ പരിച്ഛേദനയേറ്റു എന്ന് പറയുന്ന എൻ്റെ അഭിമാനബോധം, പരീശന്മാരിൽ പ്രമുഖനാണ് എന്നുണ്ടായിരുന്ന എൻ്റെ ഭാവം, ന്യായപ്രമാണം സംബന്ധിച്ച് നീതീകരണം പ്രാപിച്ചവനാണ് എന്നുള്ള എൻ്റെ ഉറപ്പ്, ഇതൊക്കെയാണ് ഇതുവരെ എന്നെ ഭരിച്ചിരുന്നത്.
ഇപ്പൊ ഞാൻ ഇതെല്ലാം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയുകയാണ്, വിളപ്പിൻ ശാലയിലേക്ക് കൊണ്ടുപോയി കളയുകയാണ്. വിളപ്പിൻ ശാലയിലാണല്ലോ ആർക്കും വേണ്ടാത്ത വേസ്റ്റ് എല്ലാം നിക്ഷേപിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് നൽകുന്ന ഒരു വലിയ പാഠം അതാണ്. നമ്മുടെ ഇടയിൽ പലപ്പോഴും സ്വത്വബോധത്തെ പറ്റിയുള്ള ചർച്ചകൾ ഒത്തിരി നടക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം എന്താണ് നമ്മുടെ സ്വത്വബോധം? ഈ സ്വത്വബോധം പറഞ്ഞിട്ട് എന്ത് നേടാൻ പോകുന്നു? പലപ്പോഴും അത് തികച്ചും റേഷ്യലായി തീരുകയാണ്. ഞങ്ങൾ ഉപരിവർഗത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വത്വബോധത്തെ പറ്റി മണിക്കൂറുകളോളം പ്രസംഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പൗലോസ് പറയുന്നു, ഓൾ ദീസ് ആർ വേസ്റ്റ് ടു മീ. ഇതെല്ലാം എനിക്ക് ചവറാണ്, ഞാനിത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയുകയാണ്. എനിക്കുള്ള പുതിയ സ്വത്വബോധം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഭാവം അതായിരിക്കണം. നമ്മുടെ അടിസ്ഥാനപരമായ ഐഡന്റിറ്റി എന്ന് പറയുന്നത് we belong to Christ. From which place you come, from which family you are inherited, and all your educational backgrounds, all your skills, all your intelligence, all these become futile once you realize that Christ is the most important aspect in your life. രണ്ടുപേരും, പത്രോസും പൗലോസും, ഇത് തിരിച്ചറിഞ്ഞ ആളുകളായിരുന്നു. രണ്ടുപേരുടെയും സുവിശേഷ പ്രവർത്തനം അപ്പസ്തോല പ്രവർത്തികളിലാണ് നമ്മൾ സുദീർഘമായി കാണുന്നത്. അവരുടെ യാത്രകൾ, അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ പഠിപ്പിക്കലുകൾ, അവരുടെ അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വളരെ സാമ്യമുള്ള പല കാര്യങ്ങളുമുണ്ട് അതിൽ. പലപ്പോഴും പത്രോസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത മീൻപിടുത്തക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് നമ്മളൊക്കെ. പക്ഷേ അടുത്തറിയുമ്പോൾ മനസ്സിലാകുന്നു അത്ര നിരക്ഷരകുക്ഷി ആയിരുന്നില്ല ശീമോൻ പത്രോസ്. പെന്തിക്കോസ്ത് നാളിലെ തൻ്റെ പ്രഭാഷണം അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെപ്പറ്റി ശക്തമായി പ്രസംഗിക്കുന്ന ശീമോൻ പത്രോസിനെ അവിടെ നമ്മൾ കാണുന്നു. 3-ാം അധ്യായത്തിലും ഉണ്ടൊരു പ്രഭാഷണം, 4-ാം അധ്യായത്തിലും ഉണ്ടൊരു പ്രഭാഷണം. സുന്ദരമെന്ന ഗോപുരത്തിൽ ഭിക്ഷയയച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പത്രോസ് പറയുന്നു, പൊന്നും വെള്ളിയും ഒന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന് സൗഖ്യം കൊടുക്കുകയാണ്. പൗലോസും പലരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് ശീമോൻ പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ അവന്റെ നിഴൽ പതിക്കുവാൻ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. പത്രോസിന്റെ നിഴലെങ്കിലും ഒന്ന് വീണാൽ രോഗികൾ സുഖപ്പെടും എന്നൊരു വിശ്വാസം യെരുശലേമിലും സമീപ പ്രദേശങ്ങളിലും വിഖ്യാതമായി തീർന്നു. പൗലോസിൻ്റെതാകട്ടെ അവന്റെ ഉറുമാൽ, അവന്റെ തൂവാല രോഗികളെ മേൽ കൊണ്ടിട്ട് അവർക്ക് സൗഖ്യം കിട്ടുന്നതും അപ്പോസ്തല പ്രവർത്തികളിൽ നാം കാണുന്നുണ്ട്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന രണ്ടുപേരും. അതുപോലെ തബീഥ എന്ന് പറയുന്ന യുവതിയെ ഉയർപ്പിച്ച ശീമോൻ പത്രോസ്, യൂട്ടിക്കസ് എന്ന് പറയുന്ന യുവാവിനെ ഉയർപ്പിച്ച പൗലോസ്. ഉയർപ്പും രണ്ടുപേരുടെയും അത്ഭുത പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരുന്നു. അങ്ങനെയുള്ള സാമ്യങ്ങൾ ധാരാളമാണ്. രണ്ടുപേരും ഒരേ ആത്മാവിൽ പ്രവർത്തിച്ചവരാണ്. നമ്മുടെയൊക്കെ പലപ്പോഴും മാനുഷികമായ ബലഹീനത കൊണ്ട് ഈ അപ്പസ്തോലന്മാർ തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് കരുതാറുണ്ട്. സിംഹാസനങ്ങൾ തമ്മിലുള്ള പോരാട്ടം അന്നുണ്ടായിരുന്നു എന്ന് ചില ആളുകളൊക്കെ കരുതുന്നുണ്ട്.
തികച്ചും അവാസ്തവമായ ഒരു കാര്യമാണ്. അന്ന് സിംഹാസനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സിംഹാസനങ്ങളിൽ ഇരിക്കുവാൻ ഇവരാരും പരിശ്രമിച്ചിട്ടുമില്ല. അവർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എത്തിച്ച് മനുഷ്യരെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുന്ന വലിയ വേലയിലായിരുന്നു. കർത്താവ് അരുളി ചെയ്തു, അന്ത്യനാളിൽ നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിൽ ഇരിക്കും എന്ന് പറയുന്ന ഒരു എസ്കറ്റോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയുന്നില്ല. പക്ഷേ ഭൗമികമായ സിംഹാസനങ്ങൾ പടുത്തുയർത്തുവാനോ തൻ്റെ അനുഗാമികൾ മറ്റപ്പസ്തോലന്മാരുടെ അനുഗാമികളുമായി ഒരു ശത്രുത്വം ഉണ്ടാക്കാനോ ഒന്നും ഇവരാരും ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, കൊരിന്ത്യ സഭയിൽ 3-4 വിഭാഗത്തിലുള്ള ആളുകൾ. ചിലർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരാണ്. മറ്റു ചിലർ പറയുന്നു വലിയ വാഗ്മിയായിരുന്ന എഫേസൂസിലെ വലിയ വാഗ്മിയായിരുന്ന അപ്പല്ലോസിന്റെ പക്ഷക്കാരാണ്. മൂന്നാമതൊരു കൂട്ടർ പറയുന്നു ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാണ്. നാലാമതൊരു കൂട്ടർ പറയുന്നു ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. പൗലോസ് ചോദിക്കുന്നു, ഞാൻ ആരാണ്? അപ്പല്ലോസ് ആരാണ്? പത്രോസ് ആരാണ്? ഞങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഒരുവൻ നടുന്നു, മറ്റവൻ നനയ്ക്കുന്നു, വേറൊരാൾ അതിന് വളമിടുന്നു. എന്നാൽ വളരുമാകാക്കുന്നത് ദൈവം തമ്പുരാനാണ്. നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. വല്യപ്പന്മാര് ഭൂമിയിൽ നിക്ഷേപിച്ച ഒരു തേങ്ങയിൽ നിന്ന് ഒരു തെങ്ങ് മുളച്ചു വരുമ്പോൾ അവരാനന്ദിച്ചു കാണും. പക്ഷേ തേങ്ങയൊക്കെ ഇപ്പോഴാണ് ഉണ്ടാവുന്നത്. നമ്മുടെ വിചാരം നമ്മുടെ അധ്വാനം കൊണ്ടാണ് ഈ തേങ്ങ ഉണ്ടാകുന്നതെന്നാണ്. വല്യപ്പൻ എവിടെ നിന്നോ നല്ല മേന്മയുള്ള ഒരു നാളികേരം കൊണ്ട് നിക്ഷേപിച്ചത് നമ്മൾ മറന്നു പോവുകയാണ്. അതിനാദ്യത്തെ നാമ്പുകൾ മുളച്ചു പൊന്തിയതൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ വിചാരം ഇത് എൻ്റെ അധ്വാനമാണ്, എൻ്റെ നേട്ടമാണ്, എൻ്റെ കഴിവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് വളരുമാകാക്കുന്ന ദൈവത്തിലാണ് പ്രശംസിക്കേണ്ടത്, നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമല്ല. പരസ്പരമായ സഹകരണവും പരസ്പരമായ ബഹുമാനവും ഈ 2 ശിഷ്യന്മാരും പുലർത്തിയിരുന്നു. ഇവിടെ നാം ആദ്യം വായിച്ച ഗലാത്യ ലേഖനം 2 അധ്യായം 8 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, 9ഉം 10ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, യെരൂശലേമിലെ തൂണുകളായിരുന്ന യാക്കോബും പത്രോസും യോഹന്നാനും ഞങ്ങൾക്ക് സഹകരണത്തിൻ്റെ വലങ്കൈ നീട്ടിത്തന്നു. അവർ തീരുമാനിച്ചു ശിമോൻ പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കട്ടെ. അവിടെ അദ്ദേഹത്തിന് വലിയ പേരും പെരുമയുമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പൗലോസ് ആകട്ടെ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷയിൽ സംസർഗം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ, എബ്രായക്കാരാണ് ജന്മം കൊണ്ട്, പക്ഷെ അവരുടെ വ്യാവഹാരിക ഭാഷ ഗ്രീക്കായി മാറി. നമുക്കറിയാവുന്ന നമ്മുടെ കുട്ടികളും മലയാളികളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഇന്ന് നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഇംഗ്ലീഷിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ പലസ്തീന് വെളിയിൽ ജീവിച്ച യഹൂദന്മാരുടെ വലിയൊരു സംഘമുണ്ട്, ഹെലനിസ്റ്റിക് ക്രിസ്ത്യൻസ് എന്ന് പറയും, ഗ്രീക്കുകാരായ യഹൂദന്മാർ. അവരുടെ ഇടയിൽ പൗലൂസിനെ പോലെയുള്ള വലിയൊരു അപ്പസ്തോലന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും ഒക്കെ അതിന് ഫലപ്രദമായി. അതുകൊണ്ടാണ് ദൈവം ഈ പൗലോസിനെ തന്നെ പിടികൂടിയത്. പൗലോസ് തീഷ്ണവാനായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിലും പറയുന്നുണ്ട്, യഹൂദ മതത്തിലെ എൻ്റെ മുൻപിലത്തെ നടപ്പ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ ഓർപ്പിക്കണ്ടല്ലോ. എന്തായിരുന്നു മുൻപിലത്തെ നടപ്പ്? അപ്പോസ്തല പ്രവൃത്തികൾ 8 അധ്യായത്തിൽ നാം വായിക്കുന്നു,
ശൗൽ വീടുതോറും കയറിയിറങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ച് ന്യായാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് അവരെ തടവിലാക്കുവാനും വേണ്ടി വന്നാൽ കൊല്ലുവാനുമൊക്കെ ശ്രമിക്കുന്നത്. സിമ്പിൾ സെന്റൻസിൽ പറഞ്ഞാൽ ഹി വാസ് എ ടെററിസ്റ്റ്, ഒരു തീവ്രവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ബോധം അങ്ങനെയാണ് അദ്ദേഹത്തെ നയിച്ചത്, ഒരു വലിയ തീവ്രവാദിയാകുവാൻ. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവരാരും സ്വർഗത്തിൽ പോവുകയില്ല, പോകണമെങ്കിൽ അവർ ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം എന്നൊക്കെ കരുതുന്ന തീവ്രവാദികൾ എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ. അങ്ങനെ തികഞ്ഞ ഒരു തീവ്രവാദി. സ്തെഫാനോസിനെ കല്ലെറിയുന്നവരുടെ കുപ്പായം സൂക്ഷിക്കുന്ന ശൗല്, ആനന്ദിക്കുന്ന ശൗലിനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെയാണ് ക്രിസ്തു പിടികൂടിയത്. കാരണം ഈ തീഷ്ണത ക്രിസ്തു സഭയുടെ വളർച്ചയ്ക്ക് സഹായകമാകും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഇന്നത്തെ ലോകത്തിലും അനേകം ആളുകൾ മതമുള്ളവരായി ഒക്കെ ജീവിക്കുന്നെങ്കിലും തികച്ചും എക്സ്ക്ലൂസീവായിട്ട്, തികച്ചും യാഥാസ്ഥിതിക ബോധത്തോടെ, തികച്ചും തീവ്രവാദികളായി ജീവിക്കുന്ന ആളുകൾ മതങ്ങളിലൊക്കെ വളർന്നു വരികയാണ്. യഹൂദ മതത്തിലുമുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിലെ യുദ്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഗാസയിൽ 10,000 കൊല്ലപ്പെട്ടു. അതിൽ 10,000 കണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ആരും തന്നെ ഒന്നും പറയുന്നില്ല, ആർക്കും നാവ് പൊങ്ങുന്നില്ല. മതപരമായ ചില കാഴ്ചപ്പാടിൽ യഹൂദമതം അതിൻ്റെ ചരിത്രപരമായ നിലനിൽപ്പോർത്ത് ഇന്ന് യഹൂദന്മാർ ചെയ്യുന്ന എല്ലാത്തരം തെറ്റുകൾക്കും ലോകം ഇപ്പോഴും സമ്മതം കൊടുക്കുകയാണ് എന്നുള്ളത് തികച്ചും സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഞാനൊരു പ്രായമുള്ള സ്ത്രീയെ പരിചയപ്പെട്ടു. അവര് ഇസ്രായേൽ യുദ്ധം ജയിക്കാൻ വേണ്ടി ഉപവസിക്കുകയാണ്. ഇസ്രായേൽ ജയിക്കണമെന്നേ ഉള്ളൂ. മറുവശത്ത് ആരാണെന്നോ, അവർക്ക് കുടുംബങ്ങളുണ്ടെന്നോ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നോ ഇതൊന്നും ഒരു വിശ്വാസമില്ല. കാരണം വേദപുസ്തകത്തിൽ കാണുന്ന ഇസ്രായേലാണ് ഇന്നും എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നു നാം കാണുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ല. ആ നാട്ടിൽ ഭക്തരായ ധാരാളം ആളുകൾ കാണാം. പക്ഷെ രാഷ്ട്രീയ അധികാരം കയ്യിലെടുത്തിരിക്കുന്നത് തീവ്രവാദികളാണ്. അതേത് മതവുമാകട്ടെ, ഏത് ജാതിയുമാകട്ടെ, ഏത് ചിന്താസരണിയുമാകട്ടെ, അതിന് ദൈവത്തിന് യാതൊരു പങ്കാളിത്തവുമുള്ള പദ്ധതിയല്ല. യുദ്ധങ്ങൾക്ക് അനുവാദം കൊടുക്കുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. പുതിയ മാർപ്പാപ്പ അത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റിന് ഒട്ടും പിടിച്ചില്ല എന്നുള്ളത് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. യേശുതമ്പുരാൻ സ്നേഹത്തിന്റെ അപ്പസ്തോലനാണ്. യേശുതമ്പുരാൻ സഹനത്തിന്റെ അപ്പസ്തോലനാണ്. യേശുതമ്പുരാൻ എല്ലാം ദൈവമക്കള് ആണെന്ന് ഉള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വലിയ രക്ഷകനാണ്. യേശു പട്ടിണിക്കാരെയും പാവങ്ങളെയും ദരിദ്രരെയും അനാഥരെയും വിധവമാരെയും തീവ്ര രോഗം ബാധിച്ച് ഉഴലുന്നവരെ എല്ലാം സ്നേഹിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ ആൾരൂപമാണ്. ആ സ്നേഹമില്ലാതെ പോയാൽ എന്തുകൊണ്ട് അതിനെ നികത്താൻ ഒക്കും? പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെപ്പറ്റി പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനത്തിൽ 12, 13, 14 അധ്യായങ്ങളിലാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെപ്പറ്റി പൗലോസ് ചർച്ച ചെയ്യുന്നത്. അതിൽ 13-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ്. സ്നേഹമാണ്. സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയി മാറും. നമ്മളൊക്കെ സ്നേഹമുള്ളവരായി തീരുവാനാണ് പള്ളികളിൽ വരുന്നതും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതും.
അതിവ്യമായ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് അപ്പസ്തോലന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത്. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, മത്സരത്തിൻ്റെ, യുദ്ധങ്ങളുടെ ആത്മാവ് ദൈവവുമായി ബന്ധമുള്ളതല്ല. അതെല്ലാം ദുരാത്മാക്കളാൽ പ്രചോദിതമായി ഉണ്ടാവുന്ന ഭാവങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പോലും മത്സരബുദ്ധി വളരെ വളർന്നു വരികയാണ്. സഹോദരങ്ങൾ തമ്മിൽ മത്സരങ്ങൾ വളർന്നു വരുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വലിയ മത്സരങ്ങൾ ഉണ്ടാവുന്നു. 5 കൊല്ലത്തിനിടയ്ക്ക് ഒഴിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ ഏറി വരികയാണ്. ആർക്കും മറ്റൊരാളെ കരുതാൻ പറ്റുന്നില്ല. ആർക്കും മറ്റൊരാളെ സഹിക്കാൻ പറ്റുന്നില്ല. ആർക്കും മറ്റൊരാളുടെ ആശയത്തെ അംഗീകരിക്കുവാനും ഒരു ക്രിയാത്മകമായ ചർച്ചയിൽ കൂടെ പൊതുബോധം ഉണർത്താനും സാധിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിൽ സുവിശേഷ പ്രചരണം ചെയ്തപ്പോഴാണ് അവിടെയുള്ള ചില പരീശന്മാരും തീവ്രവാദികളും പൗലോസിനോട് എതിരായി എഴുന്നേറ്റത്. അവിടെ നോക്കുമ്പോൾ അഗ്രചർമ്മികളായ ധാരാളം പേരെ പൗലോസ് സ്നാനപ്പെടുത്തി ക്രിസ്തുവിനോട് ചേർക്കുന്നു. ഒരു വലിയ കലഹമുണ്ടാക്കി. ഈ കലഹം യെരുശലേമിലേക്ക് എത്തി. സഭയുടെ തൂണുകളായിരുന്ന യാക്കോബും ശിമോൻ പത്രോസും യോഹന്നാനും അവരുടെ ശ്രദ്ധയിൽ ഇതെത്തി. അപ്പോഴാണ് സഭയിലെ മൂപ്പന്മാരുടെ ഒരു യോഗം കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്നത്. യാക്കോബാണ് അന്ന് സഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു. അവിടെ പരീശന്മാരും ഈ തീവ്രവാദികളും പൗലോസിനെതിരെ വലിയ മുറവിളി ഉണ്ടാക്കി. പൗലോസിന്റെ തിയോളജിയെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് പൗലോസിനെ പിന്താങ്ങിയത് ആരാണ്? പത്രോസാണ്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കാത്ത പലതും ഈ പൗലോസിനും ബർന്നബാസിനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയുള്ളവരായി അവരോട് സഹകരിക്കണം. അവസാനം യെരുശലേം സുന്നകദോസിന്റെ തീരുമാനം അന്ത്യോക്യൻ സഭയെ കത്തുമുഖേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നും ഓർമ്മിപ്പിച്ചു, സാധുക്കളെ മറന്നു പോകരുത്. ഇത് അപ്പോസ്തലന്മാരുടെ പൊതു പഠിപ്പിക്കലുകളിൽപ്പെട്ടതാണ്. ദരിദ്രരെ ഓർത്തുകൊള്ളണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലും ഇവിടെ പൗലോസും പറയുന്നല്ലോ, യാക്കോബും ശീമോനും യോഹന്നാനും ഒക്കെ ഞങ്ങളോട് സമരസപ്പെട്ടു. ഞങ്ങളോട് ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, സാധുക്കളെ മറന്നു പോകരുത്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തെ കർത്താവ് പഠിപ്പിച്ച വലിയ പാഠം അതായിരുന്നു. ഇതെല്ലാ അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്നു. നമുക്ക് തീർത്തും ഇഷ്ടമില്ലാത്ത യൂദാസ് കറിയോത്തായിക്കും ഉണ്ടായിരുന്നു. പാപിനിയായ സ്ത്രീയെ വിലയേറിയ പരിമള തൈലം കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇസ്കറിയോത്ത യൂദായും ചോദിച്ചത്, ഈ പണം സാധുക്കൾക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്നാണ്. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന കഥ പറയുന്ന മാർത്തോമായുടെ പ്രവർത്തികൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും കൊട്ടാരം പണിയാൻ തന്നെ ഏൽപ്പിച്ച പണം സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നു. ഈ സാധുക്കളെ ഒരു പരിഗണന, അഗതികളോടുള്ള ഒരു പരിഗണന, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരോടുള്ള ഒരു താതാത്മ്യപ്പെടൽ, ഇത് ശിഷ്യ സമൂഹത്തിനുണ്ടായിരുന്നു. അവർ സ്ഥാപിച്ച സിംഹാസനങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങളിലായിരുന്നു. എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലായിരുന്നു പത്രോസും പൗലോസും ഒക്കെ തങ്ങളുടെ സിംഹാസനങ്ങൾ സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് 2000 വർഷമായിട്ടും ഈ പുണ്യപിതാക്കന്മാരുടെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നതും അവരുടെ മധ്യസ്ഥതയാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും. ഈ ഒരു പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഇവരെ പറ്റി ആഴമായി പഠിക്കുക മാത്രമല്ല, അവർ നൽകുന്ന സന്ദേശം, അവരുടെ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ
നമുക്ക് സാധിക്കണം. ക്രിസ്തു സഭയുടെ പ്രചരണത്തിൽ പത്രോസ് യഹൂദിയായാലും ശമറിയായാലും ഗലീലയിലും പ്രവർത്തിച്ചെങ്കിൽ പൗലോസ് ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെയുള്ള എല്ലാ നഗരങ്ങളിലും പോയി സുവിശേഷം അറിയിച്ചയാളാണ്. തൻ്റെ കഷ്ടപ്പാടുകളുടെ ഒരു ലിസ്റ്റ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. കടലിലുള്ള ആപത്ത്, കരയിലുള്ള ആപത്ത്, ക്ഷാമം, പട്ടിണി, ഉറക്കളിപ്പ്, അതുപോലെ താൻ കൊണ്ട അടികളുടെ എണ്ണം ഒന്നുകുറെ 40 അടി 5 തവണ ഏറ്റു. കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ അത് വളരെ വലുതാണ്. നമ്മളൊക്കെ ഇന്ന് അത്ഭുതങ്ങൾ തേടി ഓടുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ വരുമ്പോൾ അതിനായി നാം പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിക്കാൻ താമസിക്കുന്നെങ്കിൽ സഭ വിട്ട് സഭയിൽ മാറി വയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. യഥാർത്ഥ അപ്പസ്തോലന്മാർ സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ പാത പിൻപറ്റിയവരാണ്. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫിലിപ്പിയ ലേഖനത്തിലാണ് അത് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും കുരിശിക്കപ്പെട്ടിരിക്കുന്നു. കുരിശെന്ന് പറയുന്നത് കേവലം ഒരു ആശയമായിരുന്നില്ല പൗലോസിന്, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു. കുരിശിൻ്റെ പാതയിലൂടെ ക്രിസ്തുവിലേക്ക് അടുത്തു വന്നയാളാണ്. സഹനത്തിൻ്റെ മാർഗത്തിലൂടെ തനിക്കൊരു രോഗമുണ്ടായിരുന്നപ്പോൾ അത് മാറാൻ അഭ്യർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒടുവിൽ അദ്ദേഹത്തിന് ലഭിച്ച മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നാം പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ദൈവശക്തി തിരിച്ചറിയാൻ വേണ്ടിയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അത് ദൈവത്തെ കൂടുതൽ അറിയാൻ ഉള്ള ഒരു അവസരമായി നാം തിരിച്ചറിയണം. ശിമോൻ പത്രോസും ചാഞ്ചല്യമൊക്കെ കാട്ടിയ ആളാണ്. വെള്ളത്തിന്മേൽ കർത്താവ് നടന്നപ്പോൾ എനിക്കും നടക്കണമെന്ന് നിർബന്ധപ്പെടുത്തിയ ആളാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഭടന്മാരുടെ കൂട്ടത്തിൽ ഒരാളുടെ കാത് അകത്ത് കളഞ്ഞ ആളാണ്. കോഴി കൂകുന്നതിന് മുൻപ് 3 വട്ടം തള്ളിപ്പറഞ്ഞ ആളാണ്. പക്ഷേ യേശു തമ്പുരാൻ തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ പത്രോസിനെയാണ് ഭരമേൽപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിക്കുകയാണ്. എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുകയാണ്. അവസാനം 2 പേരും രക്തസാക്ഷിത്വം വരിച്ചു. പത്രോസിനോട് അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എന്നെ കുരിശിച്ചാൽ മതി. പക്ഷെ ആ കുരിശ് തലകീഴായിരിക്കണം. എൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ ഷേപ്പിലുള്ള കുരിശിൽ തൂങ്ങാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് തലകീഴായി ഉള്ള കുരിശ് മതി. കർത്താവിൻ്റെ പാദം എവിടെയാണോ അവിടെ ഇരിക്കട്ടെ എൻ്റെ ശിരസും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും. ഇതാണ് പ്രിയരെ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതരേഖ എന്ന് പറയുന്നത്. ഇന്ന് എവങ്കേലിയം വായിച്ച ഭാഗത്ത് നമ്മൾ കേട്ടു, വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ആളാണ് പത്രോസ്. താൻ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. ചിലർ പറഞ്ഞു നീ ഒരു പ്രവാചകനാണെന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ യിരെമ്യാവിനെ പോലെയുള്ള ആളുകൾ എന്ന് പറയുന്നു, വേറെ ചില യോഹന്നാൻ സ്നാപകന്റെ പുനരവതാരമാണെന്ന് പറയുന്നു. നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാകുന്നു എന്ന് ഏറ്റുപറഞ്ഞ പത്രോസ്, കർത്താവ് സഭയെ നിർമ്മിക്കാനുള്ള ഒരു ദൗത്യം
ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് അവിടെയാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ടുള്ളത് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ചില ആളുകളൊക്കെ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തത് പത്രോസിൻ്റെ കയ്യിൽ മാത്രമാണ്, പത്രോസിൻ്റെ മേൽ മാത്രമാണ് സഭയെ സ്ഥാപിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. ഗ്രീക്ക് ഭാഷയിലാണല്ലോ പുതിയ നിയമം എഴുതപ്പെട്ടത്. ഈ വേദഭാഗം ഗ്രീക്ക് ഭാഷയിൽ വായിക്കുമ്പോൾ പത്രോസിനെ വിളിക്കുമ്പോഴെല്ലാം പെട്രോസ് എന്ന് പറയുന്ന മാസ്കുലിൻ സിംഗുലർ വേർഡാണ് ഉപയോഗിക്കുന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ അവിടെ പെട്രോസ് എന്നല്ല പറയുന്നത്, പെട്ര എന്നാണ് പറയുന്നത്. അത് ഫെമിനിൻ പ്ലൂറലാണ്. പെട്ര, പാറക്കൂട്ടം. ഈ പാറക്കൂട്ടത്തിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത്. അത് അപ്പസ്തോലന്മാരുടെ ആ വലിയ സംഘത്തെയാണ് ഈ ഒരു ദൗത്യം കർത്താവ് ഭരമേൽപ്പിച്ചത്. അതുകൊണ്ട് ഈ പുണ്യവാന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിനോട് കൂടുതൽ അടുത്തു വരുവാൻ നമുക്ക് ഇവർക്കും സാധിക്കട്ടെ. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ സഭയുടെ ആധാര ശിലകളെ പോലെയായി മാറട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് വരട്ടെ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുയായികളാകുവീൻ എന്ന് പറഞ്ഞ പൗലൂസിനെ പോലെ എൻ്റെ ജീവിതം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്ന് പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്, എത്ര പേർക്ക് അതിനുള്ള വിശുദ്ധിയുണ്ട്? അതും ഈ കൂട്ടത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.